നിങ്ങൾ പ്രഭാത ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ നിർബന്ധമായിട്ട് കാണാം. നമ്മൾ രാവിലെ കഴിക്കുന്ന ഭക്ഷണം ഒന്നുകിൽ ഹൃദയത്തിന് എനർജി കൂട്ടുന്ന ഭക്ഷണമാവും, അതല്ലെങ്കിൽ രക്തധമനികളിൽ ബ്ലോക്ക് ഉണ്ടാക്കുന്ന ഭക്ഷണമാവും. രാവിലെ എണീറ്റ ഉടനെ വെറും വയറ്റിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നിങ്ങളുടെ വരാനുള്ള ആ ദിവസത്തെ ഇൻസുലിന്റെ അവസ്ഥയെയും ബിപിയെയും രക്തധമനികളെയും എങ്ങനെ ബാധിക്കുന്നു? ഹൃദ്രോഗ സാധ്യത കുറക്കാൻ നിങ്ങളുടെ രാവിലത്തെ ഭക്ഷണത്തിൽ വരുത്തേണ്ട ആ വലിയ മാറ്റം എന്താണ്? നമുക്ക് നോക്കാം. നമ്മളിൽ ഭൂരിപക്ഷ ആളുകളും രാവിലെ കഴിക്കുന്ന ഭക്ഷണം പുട്ട്, വെള്ളപ്പം, ദോശ, ഇഡ്ഡലി, മുട്ടക്കറി, കടല, ചിലർ ബ്രെഡ്, ജാം ഇതൊക്കെയാണ്. മലയാളികൾ കഴിക്കുന്ന ഭൂരിപക്ഷം പ്രഭാത ഭക്ഷണങ്ങളും കാർബോഹൈഡ്രേറ്റിന്റെ ഒരു വലിയ ബോംബ് തന്നെയാണ്. ഇതൊരു കാറിന്റെ എഞ്ചിൻ പോലെയാണ്. രാവിലെ എഞ്ചിൻ തണുത്തിരിക്കുമ്പോൾ പെട്ടെന്ന് അത് ഓണാക്കി അതിൽ ഒരു വലിയ ലോഡ് കൊടുത്താൽ എഞ്ചിന്റെ ആയുസ് കുറയും. അതുപോലെ ഉറക്കം ഉണർന്ന ഉടനെ കാലിവയറ്റിൽ അമിതമായി പഞ്ചസാരയും കാർബോഹൈഡ്രേറ്റും ശരീരത്തിൽ എത്തുമ്പോൾ അത് ഹൃദയത്തിനും ശരീരത്തിനും വലിയ ആഘാതം ഉണ്ടാക്കും. രാവിലത്തെ ആഹാരം തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ നിർബന്ധമായി അറിഞ്ഞിരിക്കേണ്ട 6 കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തത്, രാത്രി ഉറക്ക സമയത്ത് മുഴുവൻ ഭക്ഷണം കഴിക്കാതെ ഇരുന്നത് കൊണ്ട് നമ്മുടെ ശരീരം രാവിലെ എണീക്കുന്ന സമയത്ത് ഇൻസുലിനോട് വളരെ സെൻസിറ്റീവ് ആയി. രാവിലെ പഞ്ചസാരയോ മൈദയോ അരിപ്പൊടിയോ അടങ്ങിയ ഭക്ഷണം കഴിക്കുമ്പോൾ രക്തത്തിലെ ഗ്ലൂക്കോസ് പെട്ടെന്ന് കൂടും. ഇത് വൻതോതിൽ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാൻ ശരീരത്തിന് പ്രേരിപ്പിക്കുകയാണ്. തുടർച്ചയായി ഇത്തരം ഇൻസുലിൻ സ്പൈക്കുകൾ ഉണ്ടാകുമ്പോൾ അത് രക്തധമനികളുടെ ഉള്ളിലെ ഭിത്തിയായ എൻഡോത്തീലിയത്തിനെ നശിപ്പിച്ചു തുടങ്ങും. ഇത് ഒരു വൈദ്യുതി സർക്യൂട്ടിൽ പെട്ടെന്ന് ഹൈ വോൾട്ടേജ് വരുന്ന പോലെയാണ്. ഫ്യൂസ് അടിച്ചു പോകും. ഇതുപോലെ നമ്മുടെ രക്തധമനികൾക്ക് കേടുപാട് സംഭവിക്കും. രണ്ടാമത്തെ കാര്യം, രാവിലെ നമ്മുടെ ശരീരത്തിൽ സ്ട്രെസ് ഹോർമോണായ കോർട്ടിസോൾ സ്വാഭാവികമായിട്ടും കുറച്ച് കൂടുതലായിരിക്കും. ഈ സമയത്ത് അമിതമായി ഉപ്പുള്ളത് അല്ലെങ്കിൽ എണ്ണയിൽ വറുത്തത് ഒക്കെ ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ ബിപി വല്ലാതെ കൂടാൻ സാധ്യതയുണ്ട്. ഹൃദയാഘാതങ്ങൾ പലപ്പോഴും പുലർച്ചെ സംഭവിക്കുന്നതിന്റെ ഒരു പ്രധാന കാരണം ഈ ഹോർമോൺ വ്യത്യാസമാണ്. മൂന്നാമത്തെ കാര്യം, രാവിലത്തെ ഭക്ഷണത്തിൽ പ്രോട്ടീൻ ഉൾപ്പെടുത്തുന്നത് ഹൃദയത്തിന് എങ്ങനെ നല്ലതാവുന്നു എന്ന് നമുക്ക് നോക്കാം. പ്രോട്ടീൻ ദഹിപ്പിക്കാൻ ശരീരത്തിന് കൂടുതൽ ഊർജ്ജം ആവശ്യമാണ്. ഇത് മെറ്റബോളിസം വർദ്ധിപ്പിക്കും. ഹൃദയത്തിന് ആവശ്യമായ അമിനോ ആസിഡുകൾ കിട്ടുകയും ചെയ്യും. നമ്മുടെ വീടിന് ശക്തമായ ഒരു തറക്കല്ല് ഇടുന്ന പോലെയാണ് രാവിലത്തെ പ്രോട്ടീൻ കൂടുതൽ അടങ്ങിയ ബ്രേക്ക്ഫാസ്റ്റ്. പ്രോട്ടീനിന്റെ നല്ലൊരു അടിത്തറ രാവിലെ കിട്ടുകയാണെങ്കിൽ പകൽ മുഴുവൻ അനാവശ്യമായിട്ടുള്ള വിശപ്പ് കുറയും, ഹൃദയം ശാന്തമായിട്ട് ഇരിക്കുകയും ചെയ്യും. പേഴ്സണലി പറയുകയാണെങ്കിൽ ഞാൻ എന്റെ ബ്രേക്ക്ഫാസ്റ്റിൽ പ്രോട്ടീനാണ് ഏറ്റവും കൂടുതൽ ഉൾപ്പെടുത്താറുള്ളത്. നാലാമത്തത്, പ്രഭാത ഭക്ഷണത്തിൽ നാരുകൾ അടങ്ങിയ ഭക്ഷണം ഉൾപ്പെടുത്തുകയാണെങ്കിൽ അത് കൊളസ്ട്രോളിനെ നല്ല രീതിയിൽ തടയും. ഓട്സ്, തവിടുള്ള ധാന്യങ്ങൾ, ഇതിലൊക്കെയുള്ള നാരുകൾ നമ്മുടെ ശരീരത്തിലെ കൊളസ്ട്രോളിനെ വലിച്ചെടുത്ത് പുറത്തുള്ളൂ. ചീത്ത കൊളസ്ട്രോളിന്റെ അളവ് കുറയും ചെയ്യും. അഞ്ചാമത്തെ കാര്യം, രാവിലെ എണീറ്റ് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് വെള്ളം നന്നായിട്ട് കുടിക്കാം. രാത്രിയിലെ ഉറക്കത്തിൽ ശ്വാസത്തിലൂടെയും വിയർപ്പിലൂടെയൊക്കെ ശരീരം ഒരു നിർജ്ജലീകരണ അവസ്ഥയിലേക്ക് നീങ്ങിയിട്ടുണ്ടാവും. അത് കാരണം എണീക്കുമ്പോൾ രക്തം കട്ടി കൂടിയിരിക്കാനുണ്ടാവും. ഭക്ഷണത്തിന് മുമ്പ് നന്നായിട്ട് വെള്ളം കുടിക്കാതെ കടുപ്പമേറിയ ആഹാരം കഴിക്കുന്നത് രക്തയോട്ടത്തെ പതുക്കെയാക്കാണ് ചെയ്യുക. ആറാമത്തെ കാര്യം, പ്രോസസ് ചെയ്ത ഭക്ഷണങ്ങളും ബേക്കറി പലഹാരങ്ങളും രാവിലത്തെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് ഒഴിവാക്കണം. ഇവയിലൊക്കെ അടങ്ങിയിട്ടുള്ള കെമിക്കലുകൾ രക്തധമനികളിൽ നീർക്കെട്ടുണ്ടാക്കുന്നു, ബ്ലോക്ക് ഉണ്ടാക്കുന്നു. ഇനി നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഒന്നാമതായിട്ട്, രാവിലെ എണീറ്റ ഉടനെ 1-2 ഗ്ലാസ് വെള്ളം കുടിക്കുക. ഇത് രക്തത്തിന്റെ കട്ടി കുറക്കാൻ സഹായിക്കും. രണ്ടാമത്തത്, പഞ്ചസാരയോട് നോ പറയാം. രാവിലെ ചായയിലോ കാപ്പിയിലോ പഞ്ചസാര ഒഴിവാക്കുക. വെള്ളപ്പം, ഇഡ്ഡലിയൊക്കെ അളവ് കുറച്ച് കഴിക്കുക. പകരം വെജിറ്റബിൾസും പ്രോട്ടീനും കറികളും കൂടുതൽ കഴിക്കുക. മൂന്നാമത്തെ കാര്യം, ദിവസം 1-2 മുട്ടയുടെ വെള്ള കഴിക്കുന്നത് ഹൃദയത്തിന് വളരെ നല്ലതാണ്. ഇതിലൂടെ നല്ല പ്രോട്ടീൻ കിട്ടും. നാലാമത്തത്, ബ്രേക്ക്ഫാസ്റ്റിന്റെ കൂടെ പറ്റുമെങ്കിൽ കുറച്ച് നട്ട്സോ ബദാമോ കഴിക്കാം. ഇതിലൂടെ നമുക്ക് omega-3 ഫാറ്റി ആസിഡ് കിട്ടും. അഞ്ചാമത്തത്, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ എപ്പോഴും ഒരേ സമയം കഴിക്കാൻ ശ്രദ്ധിക്കുക. ഇങ്ങനെ വരുമ്പോൾ മെറ്റബോളിസം ഒരു ക്രമത്തിലേ നടക്കുള്ളൂ. ആറാമത്തതായിട്ട്, രാവിലെ ജ്യൂസ് കഴിക്കുന്നതിന് പകരം ഫ്രൂട്ട്സ് കടിച്ച് പതുക്കെ ചവച്ചരച്ച് കഴിക്കുക. ഇങ്ങനെ വരുമ്പോൾ ഫ്രൂട്ട്സിലെ ഗുണങ്ങൾ മുഴുവനായിട്ട് ശരീരത്തിൽ കിട്ടും.